മുത്തപ്പന്റെ ആരൂഢമായ കുന്നത്തൂർപ്പാടി ദേവസ്ഥാനം വാണവർ സ്ഥാനം വഹിക്കുന്നത് എസ്.കെ. കുഞ്ഞിരാമൻ നായനാരാണ്. കരക്കാട്ടിടം വാണവരായ അദ്ദേഹം സ്ഥാനമേറ്റെടുത്തിട്ട് 50 വർഷം പൂർത്തിയാവുകയാണ്. പരമ്പരാഗതമായ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഭംഗം വരുത്താതെ ഉത്സവം നടത്തുന്നതാണ് നായനാരുടെ വിജയം. കർണാടക അതിർത്തിയോട് ചേർന്നുള്ള പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിലുള്ള കുന്നത്തൂർമല അടക്കമുള്ള ഭൂമിയുടെ ഉടമസ്ഥരായിരുന്ന കരക്കാട്ടിടം ജന്മിമാരോട് തന്റെ ദേവസ്ഥാനം പരിപാലിക്കാനും ചടങ്ങുകൾ നടത്താനും മുത്തപ്പൻ ചുമതല ഏൽപ്പിച്ചുവെന്നാണ് ഐതിഹ്യം. ദേവസ്ഥാനത്തിന്റെ ചുമതലയുള്ള എള്ളരഞ്ഞിയിലെ കരക്കാട്ടിടം നായനാർമാരുടെ ഏറ്റവും തലമുതിർന്ന വ്യക്തിയായ എസ്.കെ. കുഞ്ഞിരാമൻ നായനാരാണ് ഇപ്പോഴത്തെ വാണവർ. കരക്കാട്ടിടം വാണവരായി 50 വർഷം പിന്നിടാനൊരുങ്ങുകയാണ് ഇദ്ദേഹം. 1976 ഉണ്ണമൻ നായനാരുടെ മരണത്തിന് ശേഷമാണ് കുഞ്ഞിരാമൻ നായനാർ വാണവരായത്. 105 ഏക്കർ വനഭൂമിയാണ് മുത്തപ്പന്റെ സങ്കേതം. വനംവകുപ്പിന്റെയും മലബാർ ദേവസ്വം ബോർഡിന്റെയും മേൽനോട്ടത്തിലാണ് ദേവസ്ഥാനമെങ്കിലും പാരമ്പര്യമനുസരിച്ച് കുന്നത്തൂരിലെ ചടങ്ങുകളെല്ലാം കരക്കാട്ടിടം വാണവരുടെ കാർമ്മികത്വത്തിലാണ് നടക്കുന്നത്. മുത്തപ്പൻ്റെ ആരൂഢസ്ഥാനമായ കുന്നത്തൂർപ്പാടി മുത്തപ്പൻ ദേവസ്ഥാനത്തിലെ ട്രസ്റ്റി ജനറൽ മാനേജറുമായ ഉണ്ണനായനാർ 1976 ഓഗസ്റ്റ് 29 അന്തരിക്കുന്നത്. അതിനുശേഷം ഞാനാണ് ട്രസ്റ്റ് ജനറൽ മാനേജറായിട്ട് പാരമ്പര്യ ട്രസ്റ്റി ആയത്. അന്ന് മുതൽ ഇന്ന് വരെ 50 വർഷമായി ഞാൻ വീട്ടിലെ പാരമ്പര്യ ട്രസ്റ്റി ജനറൽ മാനേജറായിട്ട്. കോലത്തുനാട്ടിലെ 10 പ്രധാന വീടുകളിലൊന്നായ വള്ളിയോത്ത് ഇടത്തിൽ നിന്നാണ് കരക്കാട്ടിടമുണ്ടാകുന്നത്. ചെങ്ങളായിലായിരുന്നു ആദ്യ ആസ്ഥാനം. ചെങ്ങളായിക്കരയിലെ പ്രധാന ഇടം എന്നതിൽ നിന്നാണ് കരക്കാട്ടിടം എന്ന പേര് വരുന്നത്. കോലത്തിരിയുടെ ജന്മി എന്നർത്ഥം വരുന്ന നായനാർ സ്ഥാനവും ലഭിച്ചു. പിന്നീട് കോലത്തിരിയുടെ സാമന്തകരായും കുടുംബം മാറി. ഈ സമയം ചെങ്ങളായിൽ നിന്ന് കൂട്ടുമുഖം എള്ളരഞ്ഞിയിലേക്ക് കരക്കാട്ടിടം കുടുംബം മാറി. പരമ്പരാഗതമായ ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഭംഗം വരുത്താതെ ഉത്സവങ്ങളും ക്ഷേത്രങ്ങളും നടത്തുന്നതാണ് ജ്യേഷ്ഠന്റെ വിജയമെന്ന് സഹോദരൻ എസ്.കെ. വേണുഗോപാലൻ പറഞ്ഞു. ഈ കാലയളവിൽ തറവാട്ടിലെ ക്ഷേത്രങ്ങളുടെ മുഴുവൻ അധികാരം അദ്ദേഹത്തിനാണ്. അതുപോലെ മറ്റ് തറവാട്ടിലെ പൊതുസ്വത്തുക്കളുടെ അധികാരം അദ്ദേഹമാണ് കൈകാര്യം ചെയ്യുന്നത്. ഈ കാലയളവിൽ കുന്നത്തൂർപ്പാടി അടക്കം ഏകദേശം 12 ക്ഷേത്രങ്ങളുടെ ഭരണമാണ്. അതിൽ നേരിട്ട് ഭരിക്കുന്ന 4-5 ക്ഷേത്രങ്ങളും കൂടാതെ പാരമ്പര്യ ട്രസ്റ്റിയും കമ്മിറ്റിക്കാരുമായിട്ട് ഭരിക്കുന്ന മറ്റു ക്ഷേത്രങ്ങളടക്കം എല്ലാ ക്ഷേത്രങ്ങളും നല്ല നിലയിൽ പ്രവർത്തിച്ച് വരുന്നുണ്ട്. കുന്നത്തൂർപ്പാടിയാണ് അതിൽ ഏറ്റവും ഉന്നതമായി പ്രവർത്തിക്കുന്നത്. കഴിഞ്ഞ 75 സ്ഥാനമേറ്റതിന് ശേഷം ഇന്നത്തെ കാലയളവ് നോക്കിയെങ്കിൽ ഭക്തജനങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇന്ന് മാറ്റം. ആചാരങ്ങൾക്കോ അനുഷ്ഠാനങ്ങൾക്കോ യാതൊരു മാറ്റവും വരുത്താതെ നിലവിലെ പരിസ്ഥിതികൾക്ക് ഒരു കോട്ടം വരുത്താതെ ഭക്തജനങ്ങൾക്ക് പരമാവധി സൗകര്യം ഏർപ്പെടുത്തിക്കൊണ്ടും അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിക്കൊണ്ടും ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കിക്കൊണ്ടുമാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 42 വർഷമായി കുന്നത്തൂർപ്പാടിയിൽ തിരുവപ്പന എന്ന വലിയ മുടിയും പൊയ്ക്കണ്ണുമുള്ള തെയ്യം കെട്ടുന്നത് പാനൂർ വള്ളിയായിലെ അഞ്ഞൂറ്റാൻ വിഭാഗത്തിലെ കുടുംബക്കാരാണ്. മുത്തപ്പരൂപം പാരമ്പര്യമായി കെട്ടിയാടാനുള്ള അവകാശം മരുമക്കത്തായ സമ്പ്രദായത്തിൽ കൂടി തലമുറകളായി ലഭിച്ചത് ഇവർക്കാണ്. വള്ളിയായി രവിയാണ് കാരണവർ. 1 മാസം നീളുന്ന ഉത്സവം സമാപിച്ചാൽ കുന്നത്തൂർപ്പാടി താഴേമടപ്പുരയിൽ നേർച്ചയായി വെള്ളാട്ടവും മൂലംപറ്റ ഭഗവതിയും കെട്ടിയാടുന്ന പതിവും വർഷങ്ങളായി തുടരുകയാണ്. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.